മഴയുടെ ശബ്ദം ഇപ്പൊ കേട്ടാലും രോമാഞ്ചം എന്നൊരാളാണ് ഞാൻ. അത് പറഞ്ഞ കളിയാക്കരുത്. ബിക്കോസ് എനിക്ക് കുട്ടിക്കാലത്തൊക്കെ മഴ എന്ന് പറയുമ്പോൾ ഇച്ചിരി പേടിയാണ്. മഴ 2018 ഭയങ്കര രോമാഞ്ചമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഈ മഴ പെയ്യരുത് എന്ന് എല്ലാം മിക്ക ദിവസവും പ്രാർത്ഥിക്കും. കാരണം വീട് ഒരു പഴയ വീടാണ്ട് ഈ ഓടൊക്കെ പൊട്ടി അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കിടക്കുന്നതിൻ്റെ അവിടെ നമ്മുടെ സിനിമയുടെ പേര് ഇടി മഴ കാറ്റ് എന്നായതുകൊണ്ട് മഴ എന്ന് പറയുന്നത് ഈ മഴയ്ക്ക് പല മൂഡുകളാണ്. ഇപ്പൊ നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ ഈ റൊമാൻസ് വരുമ്പോഴും മഴ കാണിക്കും, അതുപോലെ മരണ വീട് വരുമ്പോഴും മഴ കാണിക്കും, കണ്ടിട്ടില്ലേ? അപ്പൊ അതിന് ഏത് മൂഡാണോ അതനുസരിച്ച് മഴ മാറാറുണ്ട്. അപ്പോൾ മഴ എന്നുള്ളത് ഓർക്കുമ്പോഴത്തേക്കും അസീസ്കയ്ക്ക് എന്താ ഓർമ്മ വരുന്നത്? ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഓർമ്മ? മഴക്കാലത്ത് സ്കൂൾ തുറക്കുമ്പോ അല്ലേ? മഴക്കാലത്ത് സ്കൂൾ കറക്റ്റ്. അത് നമ്മളിപ്പോ ജൂൺ 1 അല്ലേ? അന്നൊക്കെ ജൂൺ 1 കറക്റ്റ് ആയിട്ട് മഴ പെയ്തിരുന്നു. കറക്റ്റ് ജൂൺ 1 നമ്മുടെ പുതിയ യൂണിഫോം നനഞ്ഞിട്ട് വീട്ടിൽ വരാറുണ്ട്. ജൂൺ അതുവരെ ഭയങ്കര വെയിലായിരിക്കും, വേനൽ. എന്താ സംഭവം പറഞ്ഞോടാ? ജൂൺ 1 എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോ പോകുമ്പോ മഴയില്ല, തിരിച്ച് വരുമ്പോഴായിരിക്കും മഴ പെയ്യുന്നത്. കറക്റ്റ് മഴ. അതാണ് മഴ നോക്കുമ്പോ എന്റെ മനസ്സിലോടി വരുന്ന സംഭവം. പിന്നെ 2018 പ്രളയം, അതൊരു മഴയാണല്ലോ. അതൊരു പ്രളയ മഴയായിരുന്നല്ലോ. അയ്യോ, അത് ഭയങ്കര. ചേച്ചി പറഞ്ഞോ. മഴയുടെ ശബ്ദം എപ്പൊ കേട്ടാലും രോമാഞ്ചം എന്നൊരാളാണ് ഞാൻ. അത് പറഞ്ഞ കളിയാക്കരുത്. ബിക്കോസ് ഇല്ല, രോമാഞ്ചം വരുന്ന ഇത് മഴയല്ലേ, ഇടിയില്ല മഴ മാത്രം. സീരിയസ്ലി എന്നെ ഫ്രണ്ട്സ് കളിയാക്കാറുണ്ട്. തിയേറ്ററിൽ പോയിട്ട് ഡോൾബിയില് മറ്റേ മഴയുടെ അത് കേൾക്കുമ്പോ പോലെ എനിക്ക് സീരിയസ്ലി രോമാഞ്ചം. അതെന്താന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ അത് എന്താന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ആഗ്രഹമുണ്ട്. അതെന്താന്ന് അറിയത്തില്ല. മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും നശിച്ച മഴ എന്നൊക്കെ പറയില്ലേ, പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ പറയില്ല. അപ്പൊ ആൾക്കാര് ഈ മഴയെ കുറിച്ചിട്ട് ഓരോരുത്തർ ഓരോ സ്റ്റോറി അങ്ങനെയൊക്കെ ഇടുമ്പോ പലരും വന്ന് അതിന്റെ താഴെ കമന്റ് ചെയ്യും, സുഖമായിട്ടിരിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ പലതും പറയാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഒരു സൈഡാണ്. പക്ഷെ എന്നാലും എനിക്ക് മഴ ഇഷ്ടമാണ്. മഴ എനിക്ക് കുട്ടിക്കാലത്തൊക്കെ മഴ എന്ന് പറയുമ്പോൾ ഇച്ചിരി പേടിയാണ്. എനിക്ക് മഴ അല്ല ഈ കുട്ടിക്കാലത്ത് ഫ്ലോ അല്ല കുട്ടിക്കാലത്ത് ഈ മഴ എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. ഈ അത് നന്നായി പറഞ്ഞു. അല്ല അത് സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ സ്ലോവിൽ പറയാൻ കാരണം അത് ഇച്ചിരി ഇമോഷണൽ ഇതാണ്. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ കുട്ടിക്കാലത്ത് ഈ മഴ പെയ്യരുത് എന്ന് എല്ലാം മിക്ക ദിവസവും പ്രാർത്ഥിക്കും. കാരണം വീട് ഒരു പഴയ വീടാണ്ട് ഈ ഓടൊക്കെ പൊട്ടി അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കിടക്കുന്നതിൻ്റെ അവിടെ ഒരു 3-4 പാത്രം വെച്ചേക്കും. ഞങ്ങളെല്ലാവരും കിടക്കുന്ന. അപ്പോൾ ഈ നമ്മൾ കിടക്കുമ്പോൾ ഈ ഓടിൻ്റെ ഇടയിൽ കൂടെ വെള്ളം, അപ്പോൾ ഈ സൗണ്ട് ഇങ്ങനെ ഇതാണ് ഫുൾ ഇങ്ങനെ ഇത് നിറയുമ്പോൾ എടുത്ത് ഇപ്പുറത്തെ മറ്റേതിനടുത്ത് അപ്പുറത്ത് വെച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ കവർ വെച്ച് അങ്ങനെയാണ് എനിക്ക് മഴ. പിന്നെ ഒരു മതിലുണ്ട്, അത് എപ്പോഴും ഇടിഞ്ഞു വീഴും എല്ലാ മഴയത്ത്. അത് കട്ടയും മണ്ണും വെച്ച് കെട്ടുന്ന ഒരു, അപ്പം അങ്ങനത്തെ ഓർമ്മയാണ്. പിന്നീട് മഴ മാറി, മഴ നമുക്ക് നല്ല അനുഭവങ്ങൾ തന്നു തുടങ്ങി. ഇപ്പം നല്ല ഇപ്പൊ ഹാപ്പി. ഇപ്പൊ മഴ അല്ല, നായകൻ ചെമ്പൻ ചേട്ടനാണ്. ചെമ്പൻ ചേട്ടനും ബാസിയാണ്. പക്ഷെ ഇനി ഒരു കോമേഴ്സ്യൽ ഒരു കാരണം ആ വൈബ് ഇവിടെ ആയിരുന്നെങ്കിൽ രോമാഞ്ചം വന്നില്ല. മഴവെള്ളം വീഴുന്നത് രോമാഞ്ചം മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് ഫുൾ മഴക്കാലം കഴിയുമ്പോ ഫുൾ രോമം കരടി. ചോരാത്ത വീട്ടിൽ കിടന്നു. ഞാൻ ഇതിലൊന്നും പറയാനില്ല. എനിക്ക് ഞാനതൊന്ന് വിഷ്വലൈസ് ചെയ്തു. ആ പാത്രത്തിൽ വെള്ളം വീഴുന്ന വെച്ചേക്കുമ്പോ രോമാഞ്ചം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനായിരുന്നു. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ്. അതാണ് ദൈവം ഒന്നും കാണാൻ ഒന്നും ചെയ്യില്ല.
ആ രോഗം അവര് കൊടുത്തിരുന്നില്ല. അയ്യോ, ഞാൻ സന്തോഷിച്ചത്. അതുകൊണ്ട് ചേച്ചിക്ക് നല്ലൊരു വീടല്ല. അയ്യോ, അതൊരു രോഗമല്ല. രോമാഞ്ചം ഒരു രോഗമാണ്. അല്ല അല്ല അല്ല, അത് എല്ലാവർക്കും വരാറില്ലേ? എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ അവർക്ക് അറിയില്ല അത് രോമാഞ്ചം. ആസിഫ്ക്ക് ഇതുവരെ രോമാഞ്ചം വന്നിട്ടില്ല. പ്രണയം ഉള്ളതുകൊണ്ടാണ് ഞാനത് മനസ്സിലായത്. ഒരു 3 മാസം തുടരെ മഴ പെയ്താണ് രോമാഞ്ചം. 2018 ഭയങ്കര രോമാഞ്ചായിരുന്നു. പ്രളയമല്ലേ? അത് 2 പ്രാവശ്യം 2 പ്രാവശ്യം 2 പ്രളയം വന്നല്ലോ. പ്രളയം വന്ന ചേച്ചിയുടെ കാര്യം തീരുമാനം. അപ്പോ അതാണ് മഴ പ്രതിനിധീകരിക്കുന്നത്. ശരിക്കും എന്റെ ലൈഫിലാണെങ്കിലും ശരി, ഐ മീൻ എന്റെ നൊസ്റ്റാൾജികളിലെല്ലാം തന്നെ അതിനൊരു സ്നേഹം എന്ന് പറയുന്നത്, ഒരു ഹ്യൂമന്റെ ഒരു സ്നേഹം, ഒരു സെറേനിറ്റി ഈ സിനിമയിലുണ്ട്.